കാര്യങ്ങളിൽ എത്രമാത്രം ജാഗ്രത ഉള്ളവരാണോ, ശ്രദ്ധാലുക്കളാണോ, തങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞ് എങ്ങനെയുള്ള ആളായിരിക്കണമെന്ന് അവർ രണ്ടുപേരും മാതാവും പിതാവും ഒന്നുപോലെ ചിന്തിക്കുകയും മുമ്പ് പ്രസ്താവിച്ച പ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എങ്കിൽ തങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞ് അങ്ങനെ തന്നെ ആയിരിക്കും. വീണ്ടും കുഞ്ഞുങ്ങളിൽ പുണ്യങ്ങൾ നടേണ്ട കാലഘട്ടമാണ് ഈ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ക്ഷമ എന്ന പുണ്യം എങ്ങനെയാണ് കുഞ്ഞുങ്ങളിൽ നടേണ്ടത്? പ്രഗ്നൻസി പീരീഡിൽ അമ്മയ്ക്ക് കോപിക്കാനുള്ള സാഹചര്യം ഉണ്ടായി. അമ്മ ബോധപൂർവം കോപിക്കാതെ ക്ഷമിക്കുകയാണെങ്കിൽ ക്ഷമ എന്ന പുണ്യം അമ്മ ഈ കുഞ്ഞിൽ നടുകയാണ്. അതുപോലെ തന്നെയാണ് സത്യസന്ധത എന്നത്. കള്ളം പറയേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ അമ്മ ബോധപൂർവം കള്ളം പറയാതെ സത്യമാണ് സംസാരിക്കുന്നതെങ്കിൽ സത്യം എന്ന പുണ്യം അമ്മ ഈ കുഞ്ഞിൽ നടുകയാണ്. ആയതിനാൽ ഒരു ലൈഫ് പീരീഡ് എന്ന് പറയുന്നത്, ലൈഫ് പീരീഡിന്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് ആ പ്രഗ്നൻസി പീരീഡിൽ അമ്മയുടെ ജീവിതത്തിന്റെ ലൈഫ് റിപ്പോർട്ട് തന്നെയാണ്. ഇവിടെ മാതാക്കളാണ് അധികമായിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാനിത് പറയുവാനിടയായത്. വീണ്ടും മറ്റൊരു കാര്യം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഗ്രാൻഡ് പാരൻസിനെ അതുപോലെ മുതിർന്നവരെയും ശ്രദ്ധിക്കുന്നില്ല, കരുതുന്നില്ല എന്നുള്ള ഒരു പരാതി പൊതുവെ ഉയർന്നു വരാറുണ്ട്. അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രഗ്നൻസി കാലഘട്ടത്തിൽ അമ്മയുടെ ഗർഭത്തിൽ ഉരുവായിക്കൊണ്ടിരിക്കുന്ന പൈതലിന് വേണ്ടി ആ കുടുംബാംഗങ്ങൾ എത്രമാത്രം പ്രാർത്ഥിക്കുന്നുവോ അത്രമാത്രമായിരിക്കും ഈ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അവരെ പറ്റിയുള്ള, മുതിർന്നവരെ പറ്റിയുള്ള കരുതൽ. അതിനും ഒരു എക്സാമ്പിൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 2011 ഓഗസ്റ്റ് മാസം 30 വൈകിട്ട് 8 മണിക്ക് ശാലൻ TV ഞാൻ കാണാനിടയായി. അവിടെ ഒരു ഫാമിലി അവർ ഇന്റർവ്യൂ നടത്തുകയായിരുന്നു. 13 വയസ്സുള്ള മകൻ ബൈബിൾ മുഴുവൻ വായിച്ചു. അതിൻ്റെ കാരണം തേടിയാണ് ഈ TV റിപ്പോർട്ടേഴ്സ് ഈ ഭവനത്തിൽ എത്തിച്ചേർന്നത്. ആദ്യമേ തന്നെ മാതാവിനെ ഇന്റർവ്യൂ നടത്തി. മാതാവ് പറഞ്ഞു, ഈ മകനെ ഞാൻ ഗർഭം ധരിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ബൈബിൾ മുഴുവൻ വായിച്ചു. കൂടാതെ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ ഞാൻ എൻ്റെ വയറിന് മുകളിൽ, എൻ്റെ കുഞ്ഞ് കിടക്കുന്ന സ്ഥാനത്ത് വയറിന് മുകളിൽ കൈവച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചിരുന്നത്. പിന്നീട് മകനാണ്, അവൻ ജനിച്ചപ്പോൾ മുതൽ മടിയിലിരുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു. യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ തക്കവണ്ണം പ്രായമായപ്പോൾ യേശുവിനെ പരിചയപ്പെടുത്തി പള്ളിയിൽ കൊണ്ടുപോയി യേശുവിൻ്റെ രൂപവും യേശുവിനെ പറ്റിയുള്ള കാര്യങ്ങളും ഒക്കെ അവൻ പറഞ്ഞു കൊടുത്തു. കൂടാതെ പിതാവിനെ ഇന്റർവ്യൂ നടത്തി. പിതാവും അത് തന്നെയാണ് പറഞ്ഞത്. ബൈബിളിലെ കഥകളൊക്കെയും പറഞ്ഞു കൊടുത്ത പിതാവായിരുന്നു. അങ്ങനെ യേശുവിനെ പറ്റി കൂടുതൽ അറിയണമെന്നുള്ള ആഗ്രഹം ഓട്ടോമാറ്റിക്കായിട്ട് ഈ മകനുണ്ടായി. അപ്പോൾ അവർ രണ്ടുപേരും ഒരുപോലെ പറഞ്ഞു, ഇതെല്ലാം ബൈബിളിലുണ്ട്. ആ കേട്ട മാത്രമേ മകൻ ബൈബിൾ വായിക്കുവാൻ തുടങ്ങി. അങ്ങനെ 13 വയസ്സിൽ മകൻ ബൈബിൾ മുഴുവൻ വായിച്ചു. തുടർന്ന് അവിടെ തീരുന്നില്ല, ഈ മകനെ ഇന്റർവ്യൂ നടത്തുകയാണ് ഈ TV പ്രോഗ്രാം റിപ്പോർട്ടേഴ്സ്. ബൈബിളിന്റെ വിവിധ തലങ്ങളിൽ നിന്നും ഭാഗത്തു നിന്നും ധാരാളം ക്വസ്റ്റ്യൻസ് അവരോട് ചോദിച്ചു. എല്ലാത്തിനും കറക്റ്റ് ആൻസറാണ് നൽകിയത്. ഇതിൽ കൂടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ അടിവരയിട്ട് ഉറപ്പിക്കുകയാണ് ചെയ്തത്. ഈ കോൺഫറൻസ്, ഈ കൂടിവരവ് നിങ്ങളുടെ കുടുംബജീവിതത്തിലും ഭാവി ജീവിതത്തിലും എല്ലാം അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു വാക്ക് പറയാനുള്ള അവസരം ലഭിച്ചതിലൂടെ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് വാക്ക് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.